അടുത്തായിട്ട് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ 5ാമത്തെ ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചേക്കുക. ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മൾ ആദ്യം 1ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ log 1 + ax മൈനസ് log 1 - bx ഹോൾ ബൈ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എക്സ് = 0 കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0യുടെ വാല്യൂ വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ച് എങ്ങനെ എഴുതാം, എഫ് ഓഫ് 0നെ ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. എ ആയിരിക്കും ഇവിടുത്തെ ലിമിറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട എയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഡെഫിനിഷൻ വെച്ച് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് 0/0 ഫോം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കൃത്യം വെച്ചാൽ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയും. അതായത് ഇവിടെ ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തെഴുതുക. അതായത് മൊത്തത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനല്ല, ഓരോ ടേമിൻ്റെ ഡെറിവേറ്റീവായിട്ട് ആ ടേമിനെ ഒന്ന് മാറ്റി എഴുതുക. അപ്പോൾ ഫസ്റ്റ് ടേം log 1 + ax എന്നാണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇത്രയും ടേമിനെ 1 + axനെ ഒരു എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ log xൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ 1/1 എന്ത് വരും, 1 + ax എന്ന് വരും. ഇനിയുള്ളത് 1 + axൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം അത് കോഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. കോഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 + axൻ്റെ ഡെറിവേറ്റീവ് a ആണ്. ആ a കൊണ്ട് എന്ത് ചെയ്തു, മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ടേം കണ്ട മൈനസ് log 1 - bx ആണ്. വീണ്ടും ഇതിനെ കണ്ട ഈ 1 - bxനെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ log xൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ എന്ത് വരും, 1/1 - bx എന്ന് വരും. ഈ ബാക്കിയുള്ള 1 - bxൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ രണ്ടാമത്തെ ഫംഗ്ഷനാണിത്. അപ്പോൾ എന്ത് ചെയ്യുക, 1 - bxൻ്റെ ഡെറിവേറ്റീവ് -b ആയിരിക്കും. സോ ഈ ഒരു മൈനസും ആ -bയുടെ മൈനസ് കൂടി ചേർത്ത് എന്തായാലും നടുക്ക് പ്ലസ് വരും. സോ ബാക്കി b മാത്രം അവിടെ വരും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ടേമായിട്ട് ഡെറിവേറ്റീവ് എടുത്ത് താഴെ ഒരു എക്സ് ഉണ്ട്. ആ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എന്ത് ചെയ്യുക, താഴെ 1 ഇട്ടാലും വാല്യൂ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോ ടേമിൻ്റെ ആയിട്ട് ജസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം എടുത്തെഴുതി. അതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയാം. ഇനി എന്ത് ചെയ്യുക, കൂടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യുക, ഇനി ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് ഉള്ള സ്ഥലത്തിൽ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. സോ ഇവിടെ ഈ ടീം 0 ആയിപ്പോയി, ഈ ഒരു ടീമും 0 ആയിപ്പോയി. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, അവിടെ a + b മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് എന്താണ്, ഫംഗ്ഷൻ x = 0 കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എയുടെ വാല്യൂ ആണ് വേണ്ടത്. ഇവിടുത്തെ ഈ ഒരു എയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ x = 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 0 ആയിരിക്കും. അതായത് 0യുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 0യുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കണം, ഈക്വലായിട്ട് വരും. അത് എന്താണ്, ലിമിറ്റിൻ്റെ കണ്ടീഷൻസ് ആണ്. സോ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 1 - cos 4x/x² ആയിരിക്കും എന്ത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതായത് എക്സിൻ്റെ വാല്യൂ <0 ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എന്ത്, ഈ കൊടുത്തേക്കുന്ന 1 - cos 4x/x². അത് ക്വസ്റ്റിനകത്തുണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ <0 ആണ്. ഓക്കെ. സോ അപ്പം ഫംഗ്ഷൻ്റെ വാല്യൂ √x/√16 + √x - 4 ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇവിടെ ഫംഗ്ഷൻ വാല്യൂ നമ്മൾ എന്തെടുത്തത്, ഈ ഒരു ഫംഗ്ഷൻ എടുത്തത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. അതിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, x = f of a ആയിരിക്കും. ക്വസ്റ്റിനകത്തുണ്ട് x = 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ a ആണെന്ന്. സോ നമ്മൾ എന്തെടുത്തു, f of a ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് രണ്ടും സോൾവ് ചെയ്താൽ സെയിം വാല്യൂ ആയിരിക്കും. കാരണം ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈ ടേമിൻ്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടെ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി. കാര്യം രണ്ടും ഈക്വൽ ആയിട്ടായിരിക്കും ഉറപ്പായിട്ടും വരിക. സോ നമ്മൾ എന്താ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് 1 - cos 4x/x² ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം 0/0 ഫോം ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ അതേ റൂൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ആണെങ്കിൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അത് പോയി ബാക്കിയുള്ളത് -cos 4x ആണ്. -cos 4xൻ്റെ ഇനി cos xൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മൈനസും ഈ മൈനസും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി അവിടെ sin 4x എന്ന് വരും. ഇനി ബാക്കി രണ്ടാമത്തെ കോ ഫംഗ്ഷനാണ് 4x.
ആ 4x ഡെറിവേറ്റീവ് കൂടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 4 എന്ന് വരും. ഇത് താഴെ x² ആണ്, x² ഡെറിവേറ്റീവ് 2x ആണ്, താഴെ അതുപോലെ എഴുതി. ഓരോ ടേമും ഡെറിവേറ്റീവ് മാത്രം അതുപോലെ എഴുതുക. ഈക്വൽ ടു a ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ഇവിടെ x = 0 അപ്ലൈ ആണ്. ഇവിടുന്ന് ഒരു ഓക്കെ ലിമിറ്റായിട്ടുള്ള എക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്കിവിടെ വീണ്ടും ഒന്ന് മാറ്റുകയാണ്. അതായത് ഇതിനെ sin x/x ഫോമിലേക്ക് മാറ്റുകയാണ്. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ് x → 0 sin x/xൻ്റെ വാല്യൂ 1 ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഒരു sin 4x/4x ചെയ്തു, അതുപോലെ മേളിൽ ഒരു × 4x ചെയ്തു, ഈ 2x അവിടെ എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ sin 4x/4xൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ബാക്കി ഇവിടുന്ന് എക്സും കട്ടായി പോയി. 4/2ൻ്റെ വാല്യൂ 2, മേളിലൊരു 2 വരും. 2 × 4 നമുക്ക് എന്ത് കിട്ടും, 8 എന്ന് കിട്ടും എയുടെ വാല്യൂ. അടുത്തായിട്ട് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ f(x)ൻ്റെ വാല്യൂ 1 - tan x/4x - π ആണ്. നമുക്ക് വേണ്ടത് f(π/4)ൻ്റെ വാല്യൂ കൂടെ വേണ്ടേ. സോ ആൻസർ നോക്കാം. അപ്പം f(π/4) എന്ന് വെച്ചാൽ എന്തായിരിക്കും, ലിമിറ്റ് x → π/4 f(x) ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ π/4 എന്ത് ചെയ്യുക, ലിമിറ്റ് π/4 കൊടുക്കുക. സോ f(x)ൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ അതുകൊണ്ട് 1 - 4x/4x - π ആണ്. ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0/0 ഫോം ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ ലിമിറ്റ് x → π/4 അതുപോലെ. ഇനി 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, ബാക്കിയുള്ളത് -tan x ആണ്. ഇനി മൈനസ് tan x-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, അത് sec² x ആണ്. ഇനി താഴെയുള്ളത് 4x - π ആണ്. 4x-ൻ്റെ ഡെറിവേറ്റീവ് 4 × 1 4 എന്ന് വരും. -π ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ലാസ്റ്റ് ഇവിടെ താഴെ എന്ത് വരത്തുള്ളൂ, 4 മാത്രമേ വരൂ. ഇനി എന്ത് ചെയ്യും, നമ്മൾ ലിമിറ്റ് ആയിട്ടുള്ള π/4 കൊടുക്കുക. എക്സിന് പകരം π/4 കൊടുത്താൽ sec² π/4 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ -1/2 എന്ന് കിട്ടും. അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ f(x)ൻ്റെ വാല്യൂ √4 + x - 2/x ആണ്. എക്സ് ഇതാണ്ട് 0 എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ആണെന്നാണ് പറഞ്ഞേക്കാൻ. നമുക്ക് വേണ്ടത് f(0)യുടെ വാല്യൂ വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ f(x)ൻ്റെ വാല്യൂ √4 + x - 2/x ആണ്. ഇവിടെ എന്ത് ചെയ്യുക, x = 0യിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് വേണ്ടത് f(0)യുടെ വാല്യൂ ആണ്. എന്തായിരിക്കും, ലിമിറ്റ് x → 0 f(x) ആയിരിക്കും. f(x)ൻ്റെ വാല്യൂ കൊടുത്തേക്കുന്നത്. സോ ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ 0/0 ഫോം ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഇതേപോലെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ ലിമിറ്റ് x → 0. ബാക്കി ആദ്യത്തെ ടൈം √4 + x ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ ഇത് ഈ ഒരു ടൈം 4 + x-നെ നമ്മൾ ഒരു x ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ √x ആണ് കിടക്കുന്നത്. സോ √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2√x എന്നാണ്. സോ 1/2 ഈ അകത്ത് എക്സിന് പകരം എന്ത് കൊടുക്കാം, 4 + x എന്ന് വരും. ഇതാണ് 4 + x ആണ് അതിൻ്റെ കോ ഫംഗ്ഷൻ. അതാണ് 4 + x-ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, × 1 ചെയ്താലും ഈ സെയിം ടൈം ആയിരിക്കും കിട്ടുന്നത്. ബാക്കി -2 ഉണ്ട്. -2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എന്തായിരിക്കും, ഡെറിവേറ്റീവ് 0 ആയിരിക്കും. താഴെ x ആണ്, x-ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എന്ത് ചെയ്യുക, 1 കൊടുത്താലും വ്യത്യാസമൊന്നുമില്ല. സോ ഇങ്ങനെ ടൈം ആയിരിക്കും കിട്ടുക. ഇനി എന്ത് ചെയ്യുക, അവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ആണ്. എക്സിന് 0 കൊടുക്കുക. ഇവിടെ ആണ് ഈ ഒരു ടൈമാണ് എക്സ്. ഈ എക്സ് 0 ആയി കഴിഞ്ഞാൽ √4 എന്ന് വരും. √4ൻ്റെ വാല്യൂ 2 ആണ്. സോ 1/2 × 2 എന്ന് പറയുമ്പോൾ 1/4 ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്തായിട്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റിനകത്ത് f(2)ൻ്റെ വാല്യൂ 4 ആണ്. f'(2)ൻ്റെ വാല്യൂ അതും 4 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് x → x × f(2) - 2 × f(x/x - 2)ൻ്റെ വാല്യൂ വേണ്ടേ. അപ്പോൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, എന്താ ജസ്റ്റ് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരുന്നില്ല വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ലിമിറ്റ് x → a x × f(a) - a × f(x/x - a)യുടെ വാല്യൂ f(a) - a × f' ആണ്. സോ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്താണെങ്കിൽ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേ ഫോമിൽ കിടക്കുക. x × f(a), ഇവിടെ എയുടെ വാല്യൂ എന്താ, ലിമിറ്റിംഗ് പോയിന്റ് 2 ആണ്, a ആണ്. f(a) മൈനസ് a × f(x/x - a) ഫോമാണ്. സോ ഇതിൻ്റെ ആൻസർ എന്തുമായിരിക്കും, f(a) - a × f' ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ ലിമിറ്റിംഗ് പോയിന്റ് 2 ആയതുകൊണ്ട് എയുടെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷന് വാല്യൂ കൊടുത്താൽ മാത്രം മതി. ഇത് പഠിച്ച് വെച്ചേക്കുക. ഈ ഒരു ഫോം വരുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, f(a) - a × f' എന്നായിരിക്കും. സോ f(a)യുടെ വാല്യൂ, f(a) എന്ന് വെച്ചാൽ f(2) ആണ്. സോ f(2)ൻ്റെ വാല്യൂ 4 ആണ് ക്വസ്റ്റിനകത്തുണ്ട്. നമുക്ക് എന്ത് കിട്ടും, അവിടെ 4 മൈനസ് ബാക്കിയുള്ളത് a × f' ആണ്. അപ്പോൾ എയുടെ വാല്യൂ 2 ആണ്, ലിമിറ്റിംഗ് പോയിന്റ് 2 ആണ്, 2 × f' ആണ്. f'(2)ൻ്റെ വാല്യൂ അതും 4 തന്നെയാണ്. സോ എന്ത് ചെയ്യും, 4 - 8 എന്ന് വരും. അതിൻ്റെ വാല്യൂ -4 ആയിരിക്കും ആൻസർ. അടുത്തായിട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ പ്ലസ് വൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. ഇപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇവിടെ ചെയ്യുന്ന കാര്യം താണ്ടേ ഇവിടുന്ന് രണ്ടാമത്തെ ടീമായിട്ടുള്ള ഇത് എന്ത് ചെയ്തു എടുത്ത് റൈറ്റിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഈക്വൽ ടു ഈ പ്ലസ് വൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ മൈനസ് വൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇനി റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡും സ്കോർ ചെയ്യുകയാണെങ്കിൽ എക്സ് സ്കോർ എന്ന് വരും. ഇവിടെ റൂട്ട് 1 പ്ലസ് വൈ സ്കോർ ചെയ്താൽ റൂട്ടും സ്കോറും ക്യാൻസലായി പോയിട്ട് 1 പ്ലസ് വൈ എന്ന് വരും. ഈക്വൽ ആണ് റൈറ്റ് സൈഡിൽ മൈനസ് വൈ ആണ്. ഇത് സ്കോർ ചെയ്താൽ മൈനസ് എന്തായി പോയി ക്യാൻസലായി പോയിട്ട് വൈ സ്കോർ എന്ന് വരും. സോ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്കോർ ചെയ്താൽ റൂട്ടും സ്കോറും ക്യാൻസലായിട്ട് ബാക്കി എന്ത് കിട്ടും, 1 പ്ലസ് എക്സ് എന്ന് കിട്ടും. രണ്ട് സൈഡും ചെയ്ത് സ്കോർ ചെയ്തു. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, ഒരു മിനിറ്റ്. നമുക്ക് കിട്ടിയ ടൈം ഇതായിരുന്നു. സോ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ്, ഈ എക്സ് സ്കോർ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എക്സ് സ്കോർ ഇൻറ്റു 1 എക്സ് സ്കോർ ഇൻറ്റു വൈ എക്സ് സ്കോർ വൈ എന്ന് വരും. ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വൈ സ്കോർ എന്നും വൈ സ്കോർ ഇൻറ്റു എക്സ് എന്നും കിട്ടും. അതെന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ മൈനസ് വൈ സ്കോർ എന്നും മൈനസ് വൈ സ്കോർ എക്സ് എന്നും കിട്ടും. ഈക്വൽ ടു 0 ആണ്. അതുപോലെ ഇവിടെ ഒരു എക്സ് സ്കോർ ഉണ്ട്, ഇവിടെ ഒരു വൈ സ്കോർ ഉണ്ട്. എന്ത് ചെയ്യുക, ആ രണ്ട് ടൈം ഞാൻ ഒരുമിച്ച് എഴുതിയേക്കാണ്. ബാക്കിയുള്ള എക്സ് സ്കോർ വൈ എന്നും മൈനസ് വൈ സ്കോർ എക്സിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു എക്സ് വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. സോ ഈക്വൽ ടു 0 ആണ്. വീണ്ടും നോക്കുന്നതായത് ഇവിടെ എ സ്കോർ മൈനസ് ബി സ്കോർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ ഫോം അപ്ലൈ ചെയ്തു. ബാക്കി ഈ രണ്ടാമത്തെ ടൈം അതുപോലെ. വീണ്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് വൈ ഉണ്ട് രണ്ട് ടൈമിനകത്തും. സോ എന്ത് ചെയ്തു, രണ്ട് ടൈമിൽ ഒരു എക്സ് മൈനസ് വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു എക്സ് പ്ലസ് വൈയും കാണും, ഇവിടെ ഒരു എക്സ് വൈ ആയിരിക്കും വരുന്നത്. സോ എന്ത് ചെയ്യുക, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ എന്ന് കിട്ടി. രണ്ട് ടൈമിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നും എന്തായിരിക്കും, ഈ ടീം 0 ആയിരിക്കും. സോ എക്സ് മൈനസ് വൈക്ക് നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വൈ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ ടീം 0 ആയിരിക്കും. സോ എന്ത് ചെയ്യുക, ഇതിനെ 0 ഇക്വേറ്റ് ചെയ്തു. അവിടെ ഒരു കാര്യം കൂടി ചെയ്തുകൊണ്ട് ഈ രണ്ട് ടൈമിൽ നിന്ന് ഈ രണ്ട് ടേബിൾ കോമൺ ആയിട്ട് ഒരു വൈ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, രണ്ടിൽ നിന്ന് ഒരു വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1ഉം ബാക്കി ഇവിടെ എക്സേ ഉള്ളൂ. സോ വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ആയിരിക്കും. കിട്ടിയ ഫംഗ്ഷൻ്റെ വാല്യൂ വൈ ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്നാണ്. ഇതിന് എന്ത് ചെയ്യുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയായിരിക്കും. സോ എന്താണ്, വൈയെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഇവിടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വേണ്ട യു ബൈ വി ഫോം ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, യു ബൈ വി ഫോം ആണെങ്കിൽ ഡെറിവേറ്റീവ് വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്കോർ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ടേ ഫസ്റ്റ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ആണ്. ഇവിടെ വെച്ചാൽ ഓൾറെഡി ഒരു മൈനസ് പുറത്തെടുപ്പുണ്ട്. ആ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിക്കുക. സോ അന്നേരമാണ് എന്ത് ചെയ്ത് ഈ മൈനസ് മാറി പ്ലസ് ആയത്. ബാക്കി റൂൾ കണ്ട വി യു ഇൻറ്റു വി ഡാഷ് ബൈ താഴത്തെ ഡിനോമിനേറ്റർ സ്കോർ എടുക്കുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -1 ബൈ 1 പ്ലസ് എക്സ് ഇൻ ദ ഹോൾ സ്കോർ എന്ന് കിട്ടും. അതായിരിക്കും ഡെറിവേറ്റീവ്. അടുത്തായിട്ട് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -√25 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 1 ഹോൾ ബൈ എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ ഇത് എന്ത് ഫോമാണെന്ന് ചോദിച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എയുടെ ഫോമിൽ കിടക്കുകയാണ്. അതായത് അത് നമ്മുടെ ഇക്വേഷനാണ്, എഫ് ഡാഷ് ഓഫ് എയുടെ ഇക്വേഷൻ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. തുടക്കത്തിൽ കിടപ്പുണ്ടാകും, നിങ്ങൾ കണ്ടു കാണും. സോ എന്തായാലും നമുക്ക് ഇതിന് വരെ എന്ത് കൊടുക്കാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് 1 തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. സോ നമുക്ക് എന്തുകൊണ്ട് വിളിച്ചാൽ മതി, ഇനി എഫ് ഡാഷ് ഓഫ് 1 മതി. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യമേ എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുക. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -√25 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ മൈനസ് ബാക്കിയുള്ളത് റൂട്ട് എക്സ് ഫോമിൽ കിടക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 1/2 √25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ നോക്കേണ്ട കാര്യം കോ ഫംഗ്ഷൻ രണ്ടാമത്തെ അകത്ത് കിടക്കുന്നത് 25 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ എന്ത് ചെയ്യണം, ആ കോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 25 മൈനസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് -2x ആണ്. സോ എന്ത് ചെയ്യുക, ആ -2x കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. സോ നമുക്ക് ഇനി വേണ്ടത് എന്താണ്, എഫ് ഡാഷ് ഓഫ് 1ൻ്റെ വാല്യൂ വേണ്ടേ. ഓക്കെ, ചോദിച്ചതിനകത്ത് എഫ് ഡാഷ് ഓഫ് 1 ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, കിട്ടിയ എഫ് ഓഫ് എക്സിനകത്ത് എവിടെയൊക്കെ എക്സ് ഉണ്ട് അവിടെ എല്ലാം എന്ത് ചെയ്യുക, 1 കൊടുക്കുക. സോ ഈ മേളിൽ ഈ ഒരു എക്സ് 1 ആവും, താഴെ എന്താവും 1 എന്ന് വരും. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ലാസ്റ്റ് ആൻസർ 1/√24 എന്ന് കിട്ടും. അതായിരിക്കും എഫ് ഡാഷ് ഓഫ് 1ൻ്റെ വാല്യൂ. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം സീക്ക് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ വാല്യൂ y ആണെങ്കിൽ നമുക്ക് വേണ്ടത് dy ബൈ dx ആണ്. സോ ആൻസർ നോക്കാം.
സോ ആൻസർ നോക്കുന്നുണ്ട് ഇത്രയും ടേമിന് നമ്മളൊരു എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണ്ടേ. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് എന്നാണ്. സോ എന്ത് ചെയ്യുക, സീക്ക് എക്സ് ടാൻ എക്സ്, എക്സിന് നമ്മൾ എന്ത് കൊടുത്തു, എക്സ് സ്ക്വയർ മൈനസ് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കൊടുത്തു രണ്ട് സൈഡിലും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ഉള്ളതാണ് ഇത്, ഈ ഒരു എക്സ് സ്ക്വയർ മൈനസ് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് കോ ഫംഗ്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കോ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്ത് ചെയ്യുക, ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ വീണ്ടും എന്താണ് u/v ഫോമാണ്. സോ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആണ്. സോ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു മേളിൽ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x മൈനസ് 2x ഡെറിവേറ്റീവ് -2 എന്ത് ചെയ്തു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നടക്ക് മൈനസ് ആണ്. ഇനി ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആണ് വരിക. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് 2x എന്ന് വരും. സോ എന്ത് ചെയ്തു 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി താഴെ വരുന്നത് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എടുക്കണ്ടേ. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ബാക്കി ടൈമെല്ലാം അതുപോലെ. ഇതാണ്ട് ഇവിടെ വരുന്ന വെച്ചാൽ എന്ത് ചെയ്തെന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യമേ ഇതാണ്ട് ഈ ഒരു രണ്ട് ടൈം മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇതാണ്ട് ഈ ടൈം മൾട്ടിപ്ലൈ ചെയ്യാൻ 2x കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ മൈനസ് കൊണ്ട് ആ ഒരു ഓപ്പൺ ചെയ്യണം. അങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഉണ്ട് ഈ രണ്ട് ടൈം അതുപോലെ തന്നെ ബാക്കി ലാസ്റ്റ് ടൈം 2x സ്ക്വയർ പ്ലസ് 2x മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ റൂട്ട് ഓഫ് സീക്ക് റൂട്ട് എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ മൊത്തം 3 ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്നാമത്തെ ഫംഗ്ഷൻ റൂട്ട് എക്സ് ഉണ്ട്, രണ്ടാമത്തെ ഫംഗ്ഷൻ സീക്ക് എക്സ് ഉണ്ട്, മൂന്നാമത് വീണ്ടും ഒരു റൂട്ട് എക്സ് ഉണ്ട്. ഇപ്പോൾ റൂട്ട് ഓഫ് സീക്ക് റൂട്ട് എക്സ് ഒരു ടൈം, രണ്ടാമത്തെ സീക്ക് റൂട്ട് എക്സ് അടുത്ത രണ്ടാമത്തെ ടൈം, മൂന്നാമത്തെ ഫംഗ്ഷനാണ് റൂട്ട് എക്സ്. സോ 3 ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ ഈ റൂട്ട് ഓഫ് സീക്ക് റൂട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും ടൈമിന് ഇത്രയും ടൈം എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. സോ എന്ത് വരും, 1/2 റൂട്ട് ഓഫ് എക്സിന് പകരം സീക്ക് റൂട്ട് എക്സ് എന്ന് കൊടുത്തു. ഇനി ചെയ്യേണ്ട കാര്യം, കോ ഫംഗ്ഷനാണ് സീക്ക് റൂട്ട് എക്സ്. ആ സീക്ക് റൂട്ട് എക്സ് കോ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യമേ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ് ഡെറിവേറ്റീവ്. സോ എന്ത് വരും, സീക്ക് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ് എന്ന് വരും. ഇനി വീണ്ടും അടുത്ത ഫംഗ്ഷൻ ഉണ്ട്, ഏതാ റൂട്ട് എക്സ് ഉണ്ട്. സോ എന്ത് ചെയ്യണം, വീണ്ടും ഈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 റൂട്ട് എക്സ് എന്ന് വരും. അപ്പോൾ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 ഈ 1/2 റൂട്ട് എക്സും കൂടെ ഗുണിച്ചാൽ 1/4 എക്സ് ഉണ്ട്, 1/4 റൂട്ട് എക്സ് ഉണ്ട്. സോ ആൻസർ ഇവിടെ നോക്കുക, റൈറ്റ് സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി. സോ ഇത് ആദ്യത്തെ ടൈം 1/4 റൂട്ട് എക്സ് എന്ന് വരും. ബാക്കി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ താഴെയുള്ള റൂട്ട് ഓഫ് സീക്ക് റൂട്ട് എക്സ് ആണ്. അത് നമുക്ക് സീക്ക് റൂട്ട് എക്സ് ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാൻ പറ്റും. സോ അത് മേളിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, സീക്ക് റൂട്ട് എക്സ് ദ ഹോൾ റേസ് ടു -1/2 എന്നാവും പവർ. സോ ഇവിടെ ഒരു സീക്ക് റൂട്ട് എക്സ് ദ ഹോൾ റേസ് ടു 1 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, a/m ഇൻറ്റു a/n ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പവർ 1 - 1/2 എന്ന് വരും. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1/2 തന്നെ ആയിരിക്കും. അപ്പം മേളിലെ ടൈം ഈ ഒരു ടൈം മേളിൽ പോയി കഴിഞ്ഞാൽ ഇതെന്താകുമായിരുന്നു, സീക്ക് റൂട്ട് എക്സ് ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. പിന്നെ ചെയ്തേക്കുന്ന കാര്യം, ടാൻ റൂട്ട് എക്സിന് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു, സൈൻ ബൈ കോസ് എന്നാക്കി. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതിയേക്കാണ്. അതാണ് ഈ പറഞ്ഞ അതുപോലെ ടൈം കിട്ടി. ഇനി നമ്മുടെ 1/4 റൂട്ട് എക്സ് അതുപോലെ. ഇനി എന്താണ് ഈ ഒരു സീക്ക് റൂട്ട് എക്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു 1 കോസ് ഉണ്ട്. ഇവിടെ 1 കോസിന് നമുക്കിവിടെ സീക്ക് എന്ന് എഴുതാൻ പറ്റും. 1 കോസിന് വരെ സീക്കാണ്. സോ എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും അത് മാറ്റിയാൽ സീക്ക് റൂട്ട് എക്സ് എന്ന് വരും. വീണ്ടും ഇതിൻ്റെ പവർ 1 ആണ്. സോ എന്ത് ചെയ്യും, ഇവിടെ ഓൾറെഡി 1/2 പവർ ഉണ്ട്. എന്ത് ചെയ്യുക, വീണ്ടും a/m ഇൻറ്റു a/n ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 + 1 എന്ന് വരും. അതിൻ്റെ വാല്യൂ 3/2 എന്ന് വരും. ബാക്കി സൈൻ റൂട്ട് എക്സ് അതുപോലെ. അടുത്തതായിട്ട് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന വൈയുടെ വാല്യൂ y = x tan y എന്നാണ് നമുക്ക് വേണ്ടത്. dy/dxൻ്റെ വാല്യൂ വേണ്ടേ. ആൻസർ നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ y = x tan y ആണ്. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ വൈയുടെ ഡെറിവേറ്റീവ് dy/dx എന്ന് കിട്ടും = ഇവിടെ നോക്കുകയാണെങ്കിൽ x × tan y ആണ്, രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം. അതായത് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും ടാൻ വൈയെ സെക്കൻഡ് ഫംഗ്ഷനോട് എടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ആണ് പ്രോഡക്റ്റ് ഉള്ളു. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, ടാൻ വൈയുടെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, വൈയുടെ ഡെറിവേറ്റീവ് dy/dx എടുക്കണം. സോ പ്ലസ് ഇൻറ്റു ഇതാണ് ബാക്കി സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ വൈ ഇൻറ്റു ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എന്ത് ചെയ്യുക, ആ ടൈം തന്നെ ആയിരിക്കും. ഇത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ എന്ത് ചെയ്യുക, dy/dx ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുക.
സോ നമ്മുടെ ഈ ഒരു എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൈനസ് സീക്ക് സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് വരും. നമുക്ക് കണ്ട ഇതുപോലെ ടേം കിട്ടും. സോ ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് കണ്ട ഈ രണ്ട് ടേമിൽ എന്ത് ചെയ്യുക, ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുക. കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 1 മൈനസ് എക്സ് സീക്ക് സ്ക്വയർ വൈ ആയിരിക്കും കിട്ടുക. സോ എന്ത് ചെയ്യുക, ആ ഒരു ടേം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അത് എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈഡ് ചെയ്യണം. സോ ടാൻ വൈ ബൈ എന്ത് കിട്ടും, 1 മൈനസ് എക്സ് സീക്ക് സ്ക്വയർ വൈ എന്ന് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് അതുപോലെ ടാൻ വൈയും അതുപോലെ. ഇനി ചെയ്യുന്ന കാര്യം വെച്ചാൽ രണ്ടായി 1 മൈനസ് എക്സ് ഇൻറ്റു ഈ സീക്ക് സ്ക്വയർ വൈയെ നമ്മൾ എന്ത് ചെയ്യുന്നു 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് മാറ്റി എഴുതി. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. അതായത് എന്ത് ചെയ്യുക, ടാൻ സ്ക്വയർ വൈയെ നമുക്ക് സീക്ക് സ്ക്വയർ വൈ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ടാൻ സ്ക്വയർ എക്സിനെ ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് സീക്ക് സ്ക്വയർ എക്സിൻ്റെ വരും ഇതിപ്പുറം മൈനസ് 1 ഇപ്പുറം വന്നു കഴിഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് വരും. സോ ഇത് വന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതി. അതുകൊണ്ട് ഇതിവിടെ ടേബിൾ നമുക്ക് കിട്ടി ലാസ്റ്റ്. സോ ഇനി ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് ഈ ഒരു ടാൻ വൈയുടെ വാല്യൂ വെച്ചാൽ എന്ത് ചെയ്യുക, എക്സ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ വൈ ബൈ എക്സ് എന്ന് വരും. സോ ടാൻ വൈയുടെ വാല്യൂ വൈ ബൈ എക്സ് ആണ്. സോ എന്ത് ചെയ്യുക, മേളിൽ ടാൻ വൈക്ക് ഒരു എന്ത് കൊടുത്തു, വൈ ബൈ എക്സ് എന്ന് കൊടുത്തു. ബാക്കി കണ്ട ഇവിടെയുള്ള ഈ ഒരു ടാൻ വൈക്ക് ഒരു എന്ത് കൊടുത്തു, വൈ ബൈ എക്സ് എന്ന് കൊടുത്താൽ വൈ ബൈ എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ മേൽ ടൈം അതുപോലെ എന്ത് ചെയ്യുക, ഇനി താണ്ട ഈ ഒരു വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണ്. ഇതെന്ത് ചെയ്യുക, 1 പ്ലസ് ആ ടൈം ഇവിടെ ക്രോസ് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സ് കൊണ്ട് ഓപ്പൺ ചെയ്യുക. വീണ്ടും 1 മൈനസ് ആവുകൊണ്ട് എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് ക്രോസ് ചെയ്യുക. ആ ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വൈ ബൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും ആൻസർ. അടുത്തായിട്ട് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അതായത് തന്നേക്കുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എക്സ് വൈ സ്ക്വയർ ആണുള്ളത്. സോ ഇവിടെ പ്രോഡക്റ്റ് ആണ്, രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എക്സും രണ്ടാമത്തെ ഫംഗ്ഷൻ വൈ സ്ക്വയറുമാണ്. സോ എന്ത് അപ്ലൈ ചെയ്യണം, ഇവിടെ പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 2y എന്ന് വരും. ഇനി വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. നടക്ക് പ്ലസ്. ഇനി രണ്ടാമത്തെ ടൈം വൈ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. എന്നിട്ട് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയുള്ളത് എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക, 2ax എന്ന് വരും. ബാക്കി തന്നെ ബി കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്ത് വെച്ചു. ബാക്കിയുള്ളത് എക്സ് ഇൻറ്റു വൈ ആണ്. സോ ഇവിടെ വീണ്ടും എന്താണ്, പ്രോഡക്റ്റാണ് കിടക്കുക. എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും വൈ സെക്കൻഡ് ഫംഗ്ഷനും. വീണ്ടും എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ എന്ന് വരും. ഇനി ലാസ്റ്റ് ടൈം വൈ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, ഈ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമുകളെല്ലാം ഒരേ സൈഡിലേക്ക് മാറ്റുക. സോ ഇവിടെ ഒരു 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഇവിടെ ബി കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ബി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും ബി ഇൻറ്റു വൈ എന്നും വരും. സോ എന്ത് ചെയ്യുക, ഈ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് വെക്കുക. അതുപോലെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈ ടേം എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് വെക്കുക. ബാക്കി ഇവിടെ റൈറ്റിലുള്ളത് 2ax ബാക്കി വേണ്ട ഒരു വൈ സ്ക്വയർ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ മൈനസ് വൈ സ്ക്വയർ പിന്നെ ബി ഇൻറ്റു വൈയും മാത്രമേ റൈറ്റിലുള്ളൂ. എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റിൽ വെച്ച ടേമിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 2xy മൈനസ് ബി എക്സ് മൈനസ് 2y ആയിരിക്കും. സോ ഇതിൽ നിന്ന് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ വേണ്ടപ്പോൾ എന്ത് ചെയ്യുക, ഈ ടേം റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ 2ax പ്ലസ് ബി വൈ മൈനസ് വൈ സ്ക്വയർ ബൈ 2xy മൈനസ് ബി എക്സ് മൈനസ് 2y എന്ന് കിട്ടും. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും വാല്യൂ if y equal to tan inverse root x minus x whole by 1 plus x raised to 3/2 ആണെങ്കിൽ y dash of 1 ആണ് വേണ്ടത്. അതായത് ആദ്യം എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിനുശേഷം y dash of 1. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് സൈഡിലുള്ളത് tan inverse of root x minus x whole by 1 plus x raised to 3/2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. അതായത് ഈ താഴെയുള്ള x raised to 3/2നെ റൂട്ട് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ എന്തായിരിക്കും, റൂട്ട് എക്സിന് നമുക്ക് എങ്ങനെ എഴുതുക, എക്സ് റേസ് ടു 1/2 ആണ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1. സോ എന്ത് ചെയ്യും, എക്സ് റേസ് ടു 1 ആണ് എക്സിൻ്റെ വാല്യൂ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടുൻ്റെ വാല്യൂ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, 1/2 പ്ലസ് 1ൻ്റെ വാല്യൂ 3/2 എന്ന് വരും. സോ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, ഈ ഉള്ളൂ എക്സ് റേസ് ടു 3/2നെ റൂട്ട് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതി, ബാക്കി ടൈമെല്ലാം അതുപോലെ തന്നെ. ഇനി എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ്
എ മൈനസ് ബി ബൈ 1 + a ഇൻറ്റു ബി എന്ന് നടക്കുക. സോ അതെന്താണെന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് ബിയുടെ എക്സ്പാൻഷനാണ്. സോ എന്ത് ചെയ്യുന്നത്, തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ നമ്മൾ ചെയ്ത ചാപ്റ്ററിനകത്തുണ്ടായിരുന്നു എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ തണ്ട ഈ ഒരു ടേമിൽ എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ y ആണ്. സോ y ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് y ഡാഷ് എന്ന് വരും. ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x ആണ്. അതുപോലെ അടുത്ത രണ്ടാമത്തെ കോ ഫംഗ്ഷനാണ് റൂട്ട് എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 √x എന്ന് വരും. മൈനസ് അടുത്ത ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. എന്ത് ചെയ്യുക, അതിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. സോ നമുക്ക് വേണ്ടത് y ഡാഷ് ഓഫ് 1 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയ y ഡാഷിനകത്ത് എന്ത് ചെയ്യുക, എക്സിനകത്തെല്ലാം എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. സോ ഇവിടുത്തെ x 1 എന്ന് വരും, ഈ ഒരു x 1, ഈ ഒരു x എന്തായിപ്പോയി 1 എന്ന് വരും. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ആൻസർ -1/4 എന്ന് കിട്ടും, y ഡാഷ് ഓഫ് 1ൻ്റെ വാല്യൂ. അടുത്തതായിട്ട് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ dy/dx ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് √x മൈനസ് √a ഹോൾ ബൈ 1 + √x ഇൻറ്റു റൂട്ട് ഓഫ് x ഇൻറ്റു a ആണ്. സോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്താൽ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. മുകളിൽ √x ഇവിടെ √a ആണ്. അപ്പോൾ ഇതിനെ മാറ്റാൻ നമുക്ക് ഇങ്ങനെ √x ഇൻറ്റു √a എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ അപ്പോൾ എന്താകും, ടാൻ ഇൻവേഴ്സ് a മൈനസ് ബി ബൈ 1 + a ഇൻറ്റു ബി എന്ന് പറഞ്ഞ ഫോമായി. സോ ഇവിടെ എയുടെ വാല്യൂ √x ബിയുടെ വാല്യൂ എന്താണ്, √a. ഇത് മേളിൽ മൈനസ് ആയതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് √x മൈനസ് ടാൻ ഇൻവേഴ്സ് √aയുടെ എക്സ്പാൻഷൻ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് തന്ന ടേബിൾ എങ്ങനെ മാറ്റാം, ടാൻ ഇൻവേഴ്സ് √x മൈനസ് ടാൻ ഇൻവേഴ്സ് √a എന്ന് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ടാൻ ഇൻവേഴ്സ് √xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/1 + x. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെത് 1/1 + x. അടുത്ത കോ ഫംഗ്ഷനാണ് √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x. സോ മൈനസ് ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് √a ആണ്. സോ √a ആയതുകൊണ്ട് ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. √a ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് √a ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ എന്ത് മാത്രമേ ഇവിടെ ഉള്ളൂ, 1/1 + x ഇൻറ്റു 1/2 √x ആയിരിക്കും ആൻസർ.